ഇന്ന് നോമ്പ് 8 അപ്പം ഞാൻ ഇന്ന് റെഡിയാക്കണത് കടലക്കറിയാണ് കേട്ടോ. കടല ഞാൻ ഇടയത്താഴത്തിന് എഴുന്നേറ്റപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ വെള്ളയപ്പത്തിൻ്റെ മാവ് ഫ്രീസറിൽ വെച്ചതാണ്. അത് ഞാൻ പുറത്തേക്ക് എടുത്തതാണ്. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും വെള്ളയപ്പം ചുട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഐസൊക്കെ വിട്ട് വരും. പിന്നെ ഞാൻ തേങ്ങ അരച്ചത് ഞാൻ ഫ്രീസറിൽ മാറ്റി വെച്ചതാണ്. അപ്പോൾ അതും കൊടുത്ത് വെച്ചിട്ടുണ്ട്. കടലക്കറിയിലേക്ക് ഇത്തിരി തേങ്ങ അരച്ചതും കൂടി ഒഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കടലക്കറി വെക്കണതിലേക്ക് ഈ ഒരു സവാളയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞിടുന്നുണ്ട്. സവാളയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിടും. ഒന്ന് കടല വേവിച്ചെടുക്കുക. കട്ട്ലേറ്റും ഫ്രീസറിൽ നിന്ന് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇതും ഫ്രൈ ചെയ്തെടുക്കണം. കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളയപ്പത്തിൻ്റെ മാവിൻ്റെ ഐസൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ അത് ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്തൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ഇതും മാറ്റി വെക്കണം. പിന്നെ ഈ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും അരിഞ്ഞ് എടുക്കണം. അങ്ങനെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വെള്ളയപ്പം ചുട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം കേട്ടോ. നമുക്ക് ഇതും എടുത്ത് മാറ്റാം. അങ്ങനെ വെള്ളയപ്പമൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബീഫ് കട്ട്ലേറ്റാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ ബീഫ് കട്ട്ലേറ്റ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് പോയി വെജ് സമൂസ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളവും വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ട്.